ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലമാമയെ കാണാനില്ല എന്ന് കേട്ടതോടുകൂടി ചാരു കരഞ്ഞുകൊണ്ട് തന്നെ ശ്രേയയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കതിർ മണ്ഡപത്തിലിരിക്കുന്ന ശ്രേയയോടും അരവിന്ദനോടും ചോദിക്കുകയാണ്, എവിടെയാടി എൻ്റെ ബാലമാമയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അത് ചോദിച്ചതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ നീ പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, നീ ഇപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ന് ശ്രേയ അഭിനയിച്ചുകൊണ്ട് പറയുമ്പോൾ, നീ വല്ലാതെ അഭിനയിക്കണ്ട. നീ എൻ്റെ ബാലമാമയെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് നീ ബാലമാമ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞോ. എൻ്റെ ബാലമാമന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ചാരു ആരാണെന്നുള്ളത് നീ അറിയും. അപ്പോൾ ശ്രേയ പറയണേ, നീ എന്താ ഓവറായി സംസാരിക്കുന്നത്? നിൻ്റെ ബാലമാമയെ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ താലികെട്ട് ചടങ്ങ് ബാലമാഷ് തന്നെ എടുത്തു തരാതെ ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി നീ ഇന്നലെ രാത്രിയിൽ തന്നെ ബാലമാഷിനെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ട് ഇപ്പോൾ ബാലമാഷിനെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് കല്യാണം മുടക്കാൻ വേണ്ടി അഭിനയിക്കുന്നു. അത് കേട്ടതോടുകൂടി പെട്ടെന്ന് ചാരുവിന് ഉത്തരം മുട്ടിപ്പോവാട്ടോ. അപ്പോൾ ഹേമ നല്ല സങ്കടത്തോടു കൂടി, അങ്ങേരിത് എവിടെ പോയി? അങ്ങേർക്ക് എന്താണ് സംഭവിച്ചത്? വൃത്തം അടുത്തു തുടങ്ങിയല്ലോ, കല്യാണം മുടങ്ങി പോകുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് ഹേമ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ ശ്രേയ പറയാണ്, ആൻറ്റി ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഇവൾക്കറിയാം ബാലമാഷ് എവിടെയാണ് ഉള്ളത് എന്ന് ഇവൾക്ക് തന്നെയാണ് അറിയുക. ഇവൾ എവിടെയെങ്കിലും ബാലമാഷിനെ കല്യാണം മുടക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കാവും. ആൻറ്റിക്കറിയോ ഇവളുടെ പ്ലാൻ എന്തായിരുന്നെന്നോ? ഇവിടെ എല്ലാവരെയും ഇവിടേക്ക് കല്യാണത്തിന് കൂടാനെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇവിടേക്ക് വന്ന് മുഹൂർത്തത്തിൻ്റെ അരമണിക്കൂർ മുന്നേ ഇവിടെ നിന്നും എല്ലാവരും പോവാനായിരുന്നു പ്ലാന്. അതും ഇവളുടെ പ്ലാൻ ആയിരുന്നു. അത് കേട്ടതോടുകൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ്. ഞങ്ങൾ തീരുമാനിച്ച പ്ലാൻ എങ്ങനെയാണ് ഇവൾ അറിഞ്ഞത് എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് ശ്രേയ പറയണ, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ആൻറ്റി തന്നെ ഇവളോട് ചോദിച്ചു നോക്ക്, ഇതായിരുന്നു ഇവരുടെ പ്ലാന്. അപ്പോൾ ഹേമ ചാരുവിനോട് ചോദിക്കുകയാണ്, എന്താടി ശ്രേയ പറഞ്ഞത് സത്യം തന്നെയാണോ? അപ്പോൾ ചാരു പറയാം, അതെ സത്യം തന്നെയാണ്, ഞങ്ങളുടെ പ്ലാൻ അത് തന്നെയായിരുന്നു. അപ്പോൾ ശ്രേയ അങ്ങ് എണീക്കുകയാണ് കതിർ മണ്ഡപത്തിൽ നിന്നും. എന്നിട്ട് പറയണേ, കണ്ടില്ലേ, ഇവൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാത്തിനുമുള്ള കുറ്റമേറ്റെടുക്കാൻ ഞാനുണ്ട് എന്ന് കരുതിയാണ് ഇവളിപ്പോൾ ഇവിടെ നിന്ന് ഈ പച്ചക്കള്ളം പറയുന്നത്. അല്ലാതെ ബാലമാഷിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടതുപോലുമില്ല. ഇവൾ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇവൾക്ക് ആദ്യം മുതലേ ഈ കല്യാണം മുടക്കാനായിരുന്നല്ലോ ഇവളുടെ തീരുമാനം. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതുവരെ കതിർ മണ്ഡപം വരെ നമ്മളെല്ലാവരും കൂടി എത്തിച്ചു. അപ്പോൾ പിന്നെ അടുത്ത പ്ലാൻ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ വേണ്ടി ബാലമാഷ് വന്ന് താലി എടുത്ത് തന്നാലാണ് ഈ കല്യാണം നടക്കൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ ബാലമാഷിനെ ഒളിപ്പിച്ചു വെച്ചാൽ ഈ കല്യാണം നടക്കില്ലല്ലോ. ഇവള് തന്നെയാണ് ബാലമാഷിനെ കാണാതായതിൻ്റെ പിറകിൽ. അത് കേട്ടപ്പോൾ ഹേമ ചോദിക്കുകയാണ്, എന്താടി നീയാണോ ഈ പറയുന്നതെല്ലാം സത്യമാണോടി എന്ന് ചോദിക്കുമ്പോൾ ചാരു പറഞ്ഞില്ല, ഇവള് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഇവള് പറഞ്ഞല്ലോ ഇവിടെ നിന്നും ഞങ്ങൾ അരമണിക്കൂർ മുന്നേ പോവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന്. അത് സത്യം തന്നെയാണ്, അത് എൻ്റെ പ്ലാൻ തന്നെയായിരുന്നു. പക്ഷേ ബാലമാമയെ ഇപ്പം കാണാത്തതിൻ്റെ പിറകിൽ അത് ഇവള് തന്നെയാണ്. ഇവൾ എന്നിട്ട് അഭിനയിക്കുകയാണ്. ഇവള് തന്നെയാണ് ബാലമാമയെ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇവളെ ഒരിക്കലും വിശ്വസിക്കല്ലേ അമ്മായി എന്ന് പറഞ്ഞപ്പോൾ ഹേമ പറയാണ്, പിന്നെ നിന്നെ വിശ്വസിക്കണമെന്നോ? നീ അപ്പോൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണല്ലേ? ഈയൊക്കെ ഒരു പെണ്ണ് തന്നെയാണോടി? ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവളാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ മകൻ നിന്നെ താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് നിന്നെ കയറ്റിയത് തന്നെ. അതിനുള്ള നന്ദിയാണോടി നീ ഇപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ച് എല്ലാവർക്കും മുന്നിൽ ചാരുവിനെ കുറ്റപ്പെടുത്തുകയാണ് ഹേമ. ഈ സമയം ആകാശ് മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രേയ പറഞ്ഞ ഗുണ്ടകളും ബാബുക്കുട്ടനും കൂടി ആകാശിനെ പിന്തുടരുകയാണ്. അങ്ങനെ ആകാശിനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ ആകാശ് ബൈക്കിൽ പോകുന്ന സമയത്ത് ബാബുക്കുട്ടൻ കാറിൽ വന്ന് ഫ്രണ്ടിൽ വന്ന് കുറുകെ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആകാശ് ബൈക്കിൽ നിന്നും വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗുണ്ടകളും ബാബുക്കുട്ടൻ മുഖം മൂടിയൊക്കെ ഇട്ട ശേഷമാണ് ആകാശിൻ്റെ മുന്നിലേക്ക് തിരിച്ചറിയാതിരിക്കാൻ വരുന്നത്. എന്നിട്ട് ആകാശ് ഗുണ്ടകളും ബാബുക്കുട്ടനും ഉപദ്രവിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആകാശിൻ്റെ കയ്യിൽ നിന്നും തിരിച്ച് നല്ല കിടിലനടിയാണ് ബാബുക്കുട്ടനും ഗുണ്ടകൾക്കും കിട്ടുന്നത്. അങ്ങനെ ഗുണ്ടകളെയും ബാബുക്കുട്ടനെയും ആകാശ് നിലംപരിശമാക്കുകയാണ്, കണക്കിന് കൊടുക്കുകയാണ് ആകാശ് ഗുണ്ടകൾക്കും ബാബുക്കുട്ടനും. ഈ സമയം ഹേമ ചാരുവിനോട് ദേഷ്യപ്പെടുകയാണ് എല്ലാവർക്കും മുന്നിൽ വെച്ച്, നീ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് കരുതിയില്ല. എൻ്റെ അരവിന്ദ് നിന്നോട് എന്ത് ദ്രോഹമാടി ചെയ്തത്? അവന് നല്ലൊരു ജീവിതം കിട്ടുന്നത് നീ എന്തിനാടി ഇല്ലാതാക്കുന്നത്? അപ്പോൾ അരവിന്ദ് പറയണ, അമ്മേ ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, ആദ്യം ഇവളോട് ചോദിച്ചു നോക്ക് അച്ഛനെ ഇവൾ എന്താണ്
എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവള് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത ഇവൾ ചിലപ്പോൾ അച്ഛനെ കൊന്നു കളയാനും മടിക്കില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഇവൾ കൊന്നോ അതോ ജീവനോട് ഉണ്ടോ എന്ന് ഇവളോട് ചോദിച്ചു നോക്കാമേ. ഓ ഹേമ പറയണേ, നിന്നോടാണ് ചോദിച്ചത്, മര്യാദക്ക് നീ സത്യം പറഞ്ഞു. ഈ കല്യാണം മുടക്കാൻ വേണ്ടി അങ്ങേരെ നീ ഒന്നും ചെയ്തേക്കല്ലേ? നിന്നോടാ ചോദിച്ചത്. എവിടെയാണ് അങ്ങേരെ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മായി എന്നെ വിശ്വസിക്കാത്തത്? ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ ബാലമാമയെ ഞാനൊന്നും ചെയ്യില്ല. എൻ്റെ ബാലമാമയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവൾ തന്നെയാണ്. അമ്മായി എന്നെ ഒന്ന് വിശ്വസിക്കും. അപ്പോൾ ഹേമ പറയുന്നത് നിന്നെ വിശ്വസിക്കാനോ? അപ്പോൾ വീണ്ടും ഹേമ ചാരുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഗോവിന്ദൻ പറയണേ, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും ബാലനെ ഉപദ്രവിക്കാൻ ചാരു ഒരുങ്ങില്ല എന്നുള്ളത് ഹേമ നിനക്ക് തന്നെ അറിയില്ലേ? ബാലന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചാരുവിന് സഹിക്കും. ബാലന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും ചാരുവിന് മടിയില്ല എന്നുള്ളത് ഹേമയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? ഓ അരവിന്ദ് പറയണേ, ഗോവിന്ദ മാമ മിണ്ടാതിരുന്നോളണം, ഗോവിന്ദ മാമ ഇവിടെ സംസാരിക്കേണ്ട. അപ്പോൾ ഹേമ വീണ്ടും ചാരുവിനെ കുറ്റപ്പെടുത്തുകയാണ്. നീ എൻ്റെ പുരുഷനെ എവിടെയാടി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങേരെ നീ ഒന്നും ചെയ്തേക്കല്ലേ? ഈ കല്യാണം മുടക്കാൻ വേണ്ടി നീ അങ്ങേരെ കൊന്നു കളയല്ലേ? നിന്നോട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, എൻ്റെ പുരുഷൻ എവിടെയാണെങ്കിലും നീ ഒന്ന് കാണിച്ചു താ എന്ന് പറഞ്ഞ് ഹേമ കരയുകയാണ് കേട്ടോ. എന്നിട്ട് നാട്ടുകാരോട് പറയിക്കണേ, നിങ്ങളെല്ലാവരും കാണുന്നില്ലേ, ഇവള് എൻ്റെ ബാലമാഷിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്ക്. നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് കാണാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിലെ ഒരാൾ പറയുകയാണ്, ഹേമ നീ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഇന്നും ഇന്നലെയും കാണല് തുടങ്ങിയതല്ല ചാരുവിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ബാലമാഷിനോട് ചാരു ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒരിക്കലും ഹേമ ചാരുവിനെ സംശയിക്കരുത്. അത് കേട്ടപ്പോൾ അമൃത പറയണ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. കാരണം ചാരുവിനെ ബാലമാഷ് വെറും മാമനല്ല, അവളെ വളർത്തി വലുതാക്കിയ ഈ നിലയിലെത്തിച്ച അച്ഛൻ്റെ സ്ഥാനത്താണ് ചാരു ബാലമാമയെ കാണുന്നത്. എന്നിട്ടും ബാലമാഷിനോട് ഇങ്ങനെ ചാരു ചെയ്തു എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊരിക്കലും വിശ്വസിക്കില്ല, ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഹേമ ചേച്ചി അങ്ങനെയൊന്നും പറയരുത്. ആരെങ്കിലും എന്തെങ്കിലും ചാരുവിനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഹേമ അമൃതയോട് പറയണേ, നീ മിണ്ടാതെ നിന്നോളണം, എനിക്കറിയാം ഇവളെക്കുറിച്ച് നന്നായിട്ട്. അപ്പോൾ അമൃത ന്യായം പറയുമ്പോൾ ഹേമ ചേച്ചി എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ചാരുവിനെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ ചാരു പറയണ, അമൃത നീ ഒന്നും മിണ്ടാതെ നിൽക്കും. എന്നിട്ട് അമ്മായി വെറുതെ എന്നെ സംശയിക്കുന്ന നേരം കൊണ്ട് ബാലമാമ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ബാലമാമൻ്റെ ജീവന് തന്നെ അത് ആപത്താണ്. അപ്പോൾ അരവിന്ദ് പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കടി, നിന്റെ അഭിനയമൊന്നും ഇവിടെ വില പോവില്ല. ഈ സമയം ആകാശ് ഗുണ്ടകളെയും ബാബുക്കുട്ടനെയൊക്കെ അടിച്ചൊരു പരുവമാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ ബാബുക്കുട്ടനെ കയ്യിൽ കിട്ടുകയാണ്. എന്നിട്ട് ബാബുക്കുട്ടൻ്റെ മുഖം മൂടി മാറ്റാൻ വേണ്ടി ആകാശ് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാബുക്കുട്ടൻ ഇങ്ങനെ തടയുകയാണ്. പക്ഷേ മുഖം മൂടി അങ്ങ് തൊട്ടതോടുകൂടി വലിച്ചു ഊരാൻ വേണ്ടി ശ്രമിച്ചതോടുകൂടി ബാബുക്കുട്ടൻ ആകാശിനെ ഒരു തള്ളു വെച്ച് കൊടുത്ത് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ആരാണ് മുഖം മൂടി ഇട്ടത് എന്നുള്ളത് ആകാശിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബാബുക്കുട്ടനും ഗുണ്ടകളും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ആകാശ് പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് മണ്ഡപത്തിലേക്ക് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അമൃതയുടെ മോള് ഈ ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എനിക്കൊരു ഫോട്ടോ കിട്ടി എന്ന് പറഞ്ഞൊരു സന്തോഷത്തിലാണ് ആ കുട്ടി ഓടി വരുന്നത്. അപ്പോൾ കൂടെയുള്ള 2 കുട്ടികൾ വന്ന് ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് അവിടെ ഒരു അങ്കിൾ ഒളിച്ചിരിക്കുന്നില്ലേ, ആ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോട്ടോ, എങ്കിൽ ആ ഫോട്ടോ ഞങ്ങൾക്ക് താ എന്ന് പറയുമ്പോൾ ഇല്ല ഇത് എനിക്ക് വേണം എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും അതിലെ ഒരു കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. അപ്പോൾ ഹേമയാണെങ്കിൽ ശ്രേയയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, നീ ബാലമാഷിനോട് നീ വെല്ലുവിളിച്ചതാണ്, താലി എടുത്ത് തന്നാൽ മാത്രമാണ് ഈ കല്യാണം നടക്കുന്നത്, ഈ വെല്ലുവിളിയിൽ നീ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങേർക്ക് ഒരു ആപത്തും കൂടാതെ ഇവിടെ തിരിച്ചെത്തണം, അതും എനിക്ക് വേണം. അതുകൊണ്ട് മോളെ നീ വിചാരിച്ചാൽ മാത്രമാണ് അങ്ങേരെ കണ്ടുപിടിക്കാൻ കഴിയും. നിൻ്റെ അധികാരവും പവറും ഉപയോഗിച്ച് നീ അങ്ങേരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഈ വിവാഹം നടക്കുകയും ഈ വെല്ലുവിളിയിൽ നീ ജയിക്കുകയും വേണം. അതിന് വേണ്ട കാര്യം നീ ചെയ്യണം മോളെ എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണ, ആൻറ്റി വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാം, എന്നിട്ട് അങ്കിൾ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയാം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് ശ്രേയ ഫോൺ വിളിക്കാൻ വേണ്ടി പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി വിളിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ആകാശ് അവിടെ എത്താണ്. എന്നിട്ട് ആകാശ് കൈയടിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ്, മതി ഒന്ന് നിർത്ത് മേഡം, നിങ്ങൾ പോലീസിനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതില്ല, ഞാൻ തന്നെ അച്ഛനെ കാണാത്തത് കൊണ്ട് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആകാശിനെ കണ്ടതോടുകൂടി ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഞാൻ ബാബുക്കുട്ടനോട് പറഞ്ഞതാണല്ലോ ഇവനെ ഒരു കാരണവശാലും ഇവിടെ
എത്തിക്കരുത്, ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് ഇവൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശ്രേയ ഞെട്ടലോടുകൂടി ആകാശിനെ നോക്കുന്നത്. ആ ബാബുക്കുട്ടൻ എന്നെ ചതിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ശ്രേയ നിൽക്കുന്നത്. എന്നിട്ട് അക്കുച്ചേട്ട എന്ന് പറഞ്ഞ് ചാരു ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മായി ബാലമാമയെ കാണാത്തത് ഞാൻ കാരണമാണെന്നും പറഞ്ഞ് ഞാനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ആകാശ് പറയും, നീ എന്തിനാണ് കാക്കൂത്തി ടെൻഷൻ ആവുന്നത്? ഇവർക്ക് നാവിനെ എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയും, അതൊന്നും നീ കാര്യമാക്കണ്ട. നമ്മുടെ ആവശ്യം അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതും കഴിഞ്ഞ് അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരെ കണ്ടെത്തി മുന്നിൽ കൊണ്ടുവരിക എന്നുകൂടിയാണ് നമ്മുടെ ആവശ്യം എന്നും പറഞ്ഞ് ചാരുവിൻ്റെ കൈ പിടിച്ച് ആകാശ് ഖദർ മണ്ഡപത്തിലേക്ക് ചെല്ലാണ്ടോ. എന്നിട്ട് ശ്രേയോട് വിരൽ ചൂണ്ടി സംസാരിക്കും, എവിടെയാടി എൻ്റെ അച്ഛനെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു. അപ്പോൾ അരവിന്ദ് പറയണേ, എന്താടാ നീ പറയുന്നത്? അപ്പോൾ ആകാശ്, മിണ്ടാതെ നിന്നോളണം, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നീ ഇവിടെ നിന്ന് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ, ആരാടാ നീ? ഇനി എന്താടാ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ശ്രേയ പറയണ, അരവിന്ദ് നീ ഒന്നും മിണ്ടാതിരിക്കും, ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി നാടകം അഭിനയിക്കുകയാണ്. ഇത്രയും നേരം ഭാര്യയായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഭർത്താവും എത്തി, ഇനിയിപ്പോൾ രണ്ടുപേരുടെയും അഭിനയം ഇപ്പോൾ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ആകാശ് പറയുന്നത്, മതിയടി നിന്റെ സംസാരം, നീ ഒന്ന് നിർത്തടി, നീ അങ്ങനെ വല്ലാതെയൊന്നും വേണ്ട. എൻ്റെ അച്ഛനെ കാണാത്തതിൻ്റെ പേരിൽ ഒരു തെളിവ് കിട്ടിയിട്ട് തന്നെയാടി ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞ് ആകാശ് ആ ബോട്ടിലെടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ആ ബോട്ടിൽ കണ്ടതോടുകൂടി ശ്രേയ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഹേമയും അരവിന്ദൊക്കെ എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എൻ്റെ അച്ഛൻ തനിച്ചാണ് വീട്ടിൽ എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അച്ഛനെ ഏതോ ഒരു മരുന്ന് കൊടുത്ത് മയക്കി കെടുത്തിയിട്ടാണ് എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു, എൻ്റെ അച്ഛൻ എവിടെയാടി നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് കണ്ടതോടുകൂടി അരവിന്ദൊക്കെ ആകെ ഞെട്ടോ. അപ്പോൾ ഹേമ കരഞ്ഞുകൊണ്ട് പറയുന്നു, അയ്യോ അങ്ങേർക്ക് എന്താണ് സംഭവിച്ചത്? മയക്കുമരുന്ന് ബോട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പൊന്നു, എന്താണെങ്കിലും എനിക്ക് എന്തോ വല്ലാത്ത പേടിയാവുന്നു, അങ്ങേർക്ക് ഒരു കുഴപ്പവും കൂടാതെ ചെത്തിക്കണേ ഈശ്വര എന്ന് പറഞ്ഞ് ഹേമ കരയുകയാണ്. അപ്പോൾ ശ്രേയ പറയണേ, എന്തിനാണ് ആൻറ്റി വെറുതെ ടെൻഷൻ ആവുന്നത്? ഇവരിതൊക്കെ അഭിനയിക്കുകയാണ്, എവിടുന്നോ ഒരു മെഡിസിൻ വാങ്ങിച്ചു വന്നിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുകയാണ്, ഭാര്യയും ഭർത്താവും കൂടി. അപ്പോൾ ആരാടി അഭിനയിക്കുന്നത്, ഞാനോ അതോ നീയോ? ഇനി നിന്നോട് വായ കൊണ്ട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ശ്രേയയുടെ അടുത്തേക്ക് ആകാശ് അങ്ങ് അടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും അരവിന്ദ് തടയുകയാണ്. നീ എന്ത് ചെയ്യുന്നമെന്നാ പറഞ്ഞത്? അരവിന്ദിനോട് ആകാശ് പറയണ, നമ്മുടെ അച്ഛനേക്കാളും വലുതാണോ ഈ നിൽക്കുന്ന ഇവൾ എന്ന് അത് തന്നെയാണ് ആകാശ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നമ്മുടെ അച്ഛനേക്കാളും വലുതാണോ ഈ തുണിക്കച്ചവടക്കാരി? നീ എന്താ പറഞ്ഞത് എന്നും പറഞ്ഞ് ആകാശ് അരവിന്ദെ ഷർട്ടിന്റെ കോളറയിൽ അങ്ങ് കയറി പിടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും ഹേമ പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചാരുവിനോട് പറയണ, എടി വൃത്തി കെട്ടവളെ, നീ എൻ്റെ മോൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ മരുമകളായി ശ്രേയ വരാതിരിക്കാൻ വേണ്ടിയല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാടി നീ ഇങ്ങനെ ഒരു വലിയ മഹാപാപം ചെയ്യുന്നത്? നാട്ടുകാർക്കൊക്കെ മുന്നിൽ വെച്ച് എൻ്റെ മക്കളെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിപ്പിക്കുന്നതും എന്തിനാടി? നിന്നോടാണ് ചോദിച്ചത്. നീ എൻ്റെ പുരുഷനെ നീ എവിടെയാടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടോ. അപ്പോൾ ഇല്ല അമ്മായി, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല ബാലമാമ എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല, നീ കള്ളം പറയുന്നോടി എന്നും പറഞ്ഞ് ഹേമ ചാരുവിൻ്റെ കഴുത്തിന് കയറി പിടിക്കട്ടോ. അപ്പോൾ ആകാശ് തടയുകയാണ്, എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തലയ്ക്ക് കൈ തലയിൽ അടിച്ചുകൊണ്ട് ഹേമ പൊട്ടി കരയുകയാണ്. എന്നിട്ട് എൻ്റെ പുരുഷൻ എവിടെ? അങ്ങേർക്ക് എന്താണ് സംഭവിച്ചത്? ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവളൊക്കെ കാണിച്ചു കൂട്ടി? നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി എന്ന് പറഞ്ഞ് ഹേമ ആ സമയത്തും ചാരുവിനെ ശപിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രേയ ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെയല്ല ചാരു ശ്രേയയോട് മാപ്പ് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം ശ്രേയ, നിന്റെ അധികാരത്തിൻ്റെയും നിന്റെ പവറിൻ്റെയും മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ നിന്നോട് പൊരുതി ജയിക്കാമെന്ന് ഞാൻ വെല്ലുവിളിച്ചത് തന്നെ തെറ്റായി എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. പക്ഷേ നീ നിന്റെ പക കൊണ്ട് എൻ്റെ ബാലമാമയെ നീ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം തന്നെ, ഞാൻ നിന്നെ വെല്ലുവിളിച്ചതിനും എല്ലാം തന്നെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഈ വെല്ലുവിളിയിൽ ജയിക്കാൻ വേണ്ടി എൻ്റെ ബാലമാമയുടെ ജീവൻ വെച്ച് നീ കളിക്കരുത്. ഞാൻ യാചിക്കുകയാണ്, എൻ്റെ ബാലമാമയെ നീ തിരിച്ചു തരണം. ഞാൻ നിന്റെ എക്കാലത്തേക്കും ഞാൻ നിന്റെ അടിമയായി നീ പറയുന്നത് കേട്ട് ഞാൻ ജീവിച്ചോളാം. എൻ്റെ ബാലമാമയെ നീ ഒന്നും ചെയ്യരുത്. ദയവ് വിചാരിച്ച് നീ എൻ്റെ ബാലമാമ എവിടെയാണെങ്കിലും ഒന്ന് പറയ് എന്ന് പറഞ്ഞ് കരയുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ശ്രേയ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ്, എന്നോട് കളിച്ചാൽ കളി പടിയും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആകാശ് പറയുന്നത്, നീ എന്തിനാണ് ചാരു വെറുതെ ഇവളോടൊക്കെ മാപ്പ് ചോദിക്കുന്നതും അപേക്ഷിക്കുന്നതും? ഇവളുടെ ശരീരം മുഴുവനും
മുഴുവനും വിഷമാണ്. ഇവളോട് എന്ത് പറഞ്ഞാലും ഇവളുടെ മനസ്സിലേക്ക് അതൊന്നും കയറിയില്ല. ഇവൾ മുഴുവനും വിഷമായിട്ടാണ് നടക്കുന്നത്. നീ ഇവളോടൊന്നും പറയണ്ട, ഞാൻ എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അവർ തന്നെ കണ്ടുപിടിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് തന്നിരുന്നു, ഇതുവരെയും നിങ്ങൾ ആരും ഇവിടേക്ക് വന്നില്ല എൻ്റെ അച്ഛനെ കാണാത്തതിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ അതിന് SI സാർ ഇവിടെ ഇല്ല, SI സാർ മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കണേ. എന്താ സാർ നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ അച്ഛനെ കാണാത്തത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞത്, എന്നിട്ടെന്താ നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി? SI സാർ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനുള്ളതല്ല പോലീസ് സ്റ്റേഷൻ എന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. സാർ ഇപ്പോൾ തൽക്കാലം ഫോൺ വെക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് ആകാശിൻ്റെ ഫോൺ അങ്ങ് കട്ടാക്കുക കേട്ടോ. അപ്പോൾ ശ്രേയ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് പറ്റി ആകാശ് സാർ, പോലീസുകാരെന്താ വരുന്നില്ലേ? എങ്കിൽ ഞാനിപ്പോൾ SP വിളിക്കാം, SP ഇപ്പോൾ ഇവിടേക്ക് വരും. വേണ്ട, നിന്റെ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശും ചാരുവും കതിർ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ഇനി അമൃതയുടെ കുട്ടിയുടെ സഹായത്തോടു കൂടി തന്നെ ബാലൻ മാഷിനെ ആകാശും ചാരുവും കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ മാഷിനെ കണ്ടുപിടിച്ചതോടുകൂടി ഇനി ചാരുവിൻ്റെ കയ്യിൽ നിന്നും എല്ലാവർക്കും മുന്നിൽ വെച്ച് ശ്രേയയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ചാരു എല്ലാവർക്കും മുന്നിൽ വെച്ച് ശ്രേയയെ രാക്ഷസി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.